ആലപ്പുഴ ആറാട്ടുവയിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ കുഞ്ഞുനായ അടക്കം 10 എണ്ണം ചത്തു. വിഷം കൊടുത്തു കൊന്നതാണെന്ന് സംശയമുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. രഘു, എന്താണ് പ്രാഥമികമായ നിഗമനം? വിഷം കൊടുത്ത് കൊന്നത് തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്ന് മാത്രമല്ല, നമ്മൾ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ വളരെ സങ്കടകരമായ കാഴ്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ചെറിയ നായ ചത്തുകിടപ്പുണ്ട്. അതിൻ്റെ തള്ള കുറച്ചധികം നേരം അവിടെ വന്നിരുന്ന് കുറേ എന്തൊക്കെ അതിൻ്റെ ഭാഷയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ വികാരം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത് എങ്ങോട്ടോ പോയിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതും 4-5 കുഞ്ഞു നായ്ക്കളുണ്ട്. അതിൻ്റെ തള്ളയും ചത്തുപോയിട്ടുണ്ട്. അത്തരത്തിൽ അല്പമെങ്കിലും മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത രംഗങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ സാധാരണ നിലയിൽ തെരുവുനായ്ക്കളുണ്ട്. അവിടെ തെരുവുനായ്ക്കളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം 2 ആളുകൾക്ക് കടിയേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണോ തെരുവുനായ്ക്കളെ പെരുമാറേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എന്ന് മാത്രവുമല്ല, കോടികൾ ചെലവാക്കി വന്ധ്യകരണം നടത്തിയ സ്ഥലം കൂടിയാണ് ആലപ്പുഴ നഗരസഭ. ഈ തെരുവുനായ്ക്കൾക്ക് സ്ഥിരമായി ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇവരെല്ലാം. എന്തായിട്ടാ സംഭവിച്ചത്? നമ്മളാണ് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണയായിട്ട് മുനിസിപ്പാലിറ്റിക്കാർ എല്ലാം ഇവരെ വന്ധീകരിക്കാനും പറഞ്ഞ് ഒരുപാട് പൈസകൾ ചിലവാക്കി. പലർക്കും ഈ വന്ധീകരിക്കുന്നവർക്ക് പോലും ആ പണം മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടില്ല. അത് കാരണം അവർ വന്ധീകരിക്കാൻ തയ്യാറുമായി. ഇതെന്താ ഈ നായ്ക്കൾക്ക് എന്താ സംഭവിച്ചത്? ഇത് പോയിസണാണ്. ആരോ പോയിസൺ ചെയ്ത വിഷം കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ വലിയ തെരുവുനായ ശല്യമുള്ള സ്ഥലമാണോ? അല്ലല്ല, തെരുവ് നായ്ക്കൾ ശല്യമായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ കൂട്ടമായിട്ടുണ്ടെന്നുള്ള കാര്യമുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്. അത് ഉച്ചയ്ക്കും വൈകിട്ടും. ഈ എപ്പോഴായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ എപ്പോഴും രാത്രിയും പകലും ഒക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്ന ആളുകളല്ലേ? അതെ, ഇന്നലെ രാത്രി ഞാൻ കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. ഒരു 12 മണി കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വയ്യാതെ കിടപ്പുണ്ടായിരുന്നു. ഒരാളെ കണ്ടുള്ളൂ. അപ്പോഴവർക്ക് വണ്ടി ഇടിച്ചാന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. പക്ഷേ രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അറിയുന്നത് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ചത്ത് കിടക്കുന്നു. ഏകദേശം എത്ര എണ്ണം ചത്തിട്ടുണ്ട്? ഒരു 10-12ഓളം പേരെ ഇപ്പം അറിഞ്ഞു. നമ്മൾ വന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ തള്ളയേയും കൊന്നു. അത് ഇന്നലെ രാത്രി ഞാൻ ചോറ് കൊടുത്തിട്ട് പോയതേ ഉള്ളായിരുന്നു. ഇത് ആലപ്പുഴ നഗരസഭ സമ്പൂർണ്ണമായി വന്ധ്യകരണം നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. ഇവർ തന്നെ കഴിഞ്ഞ ദിവസം വാക്സിൻ എടുത്തിട്ട് 700 പേർക്ക് വാക്സിൻ എടുത്തിട്ട് പത്രത്തിൽ വന്നത് 1500ഓളം പട്ടികളെ വാക്സിൻ ചെയ്തെന്നാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ 5 പട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു പട്ടിയെ അതിൽ നിന്ന് പിടിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും ഓടിക്കളയും. പിന്നെ അവർക്ക് അത് കിട്ടത്തില്ല. അവരാ ഒരു 5 പട്ടിയുടെ കണക്കെഴുതിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെയാ പല സ്ഥലത്തും സംഭവിക്കുന്നത്. സങ്കടകരമായ കാര്യം. ഞാനിത് ക്യാച്ചർമാരെ വിളിച്ച് ചോദിച്ചു എത്ര പേരെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചോ പറഞ്ഞ് അത് 700 പേരെ ചെയ്തിട്ടുള്ളൂ പറഞ്ഞു. അതിന് വ്യക്തമായ തെളിവ് അവിടെയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പൊതുവെ ഈ നായ സംരക്ഷണം ഒക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്ക് ഈ നായ്ക്കളെ കൊണ്ട് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇവിടെ അടുത്ത് 2 പേരെ കടിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയാണോ ഇതിനെ നശിപ്പിക്കേണ്ടത്? അല്ല, ഇത് കടിച്ചെന്ന് പറയുന്നത് ബൈജുവിൻ്റെ മോനെ. ബൈജുവിന് അറിയാം പട്ടികളെ. ബൈജുവും പിന്നെ ഫുഡ് കൊടുക്കാൻ എന്നെ സഹായിക്കുന്നതാണ്. ബൈജുവിൻ്റെ വീട്ടിലെ പട്ടികൾക്ക് ഞാനാ അവരെല്ലായിടത്തും പോകണമെങ്കിൽ ഈ തെരുവ് നായ്ക്കളുടെ ഫുഡിൽ നിന്ന് എടുത്താണ് അവർക്കും കൊടുക്കുന്നത്. ബൈജുവിനറിയാം അതെന്താ ഒരു കുഞ്ഞു പട്ടിയാണ്. അതെന്തോ അതിനെല്ലാവരും കൂടിയിട്ട് കടിച്ചപ്പോഴത്തേക്കാണ് അത് ഓടിച്ചെന്ന് ആളെ കടിച്ചത്. അതുപോലെ ഇനി പ്രസവിച്ച് കിടക്കുന്ന പട്ടികളും അങ്ങനെയാണ്. പെട്ടെന്ന് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ എടുക്കാനാണോ എന്നറിയാതെ അത് കടിക്കുന്നത്. സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അതെ, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇങ്ങനെ ഈ ദുഃഖം. ഞാൻ ഇന്നലെ രാത്രി ചോറ് കൊടുത്തിട്ട് പോകുന്ന പട്ടികളാണ്. ഇത്തരത്തിൽ ഇതുമായി അല്ലെങ്കിൽ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം രാവിലെ നമ്മളിവിടെ വന്നപ്പോഴും നമുക്കും അത് തന്നെയാണ് അനുഭവപ്പെട്ടത്. ആ തെരുവ് നായ്ക്കൾ സ്വാഭാവികമായി തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. വാഹനത്തിലൊക്കെ പോകുമ്പോൾ കുറുകെ ചാടും, ആളുകളെ കടിക്കും എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ ഒരുപക്ഷെ ആളുകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരുപക്ഷെ നാട്ടുകാരോ വല്ലതും വിഷം കൊടുത്ത് കൊന്നതായിരിക്കും. പക്ഷേ അപ്പോഴും ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. കോടിക്കണക്കിന് രൂപ വന്ധ്യകരണം പോലെയുള്ള പരിപാടികൾക്ക് ചിലവാക്കുന്നുണ്ട്. നായ്ക്കളെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഈ നായ്ക്കളുടെ കൊലപാതകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ള ആ രീതിയിൽ മുന്നോട്ട് വെക്കപ്പെടുന്നത്. പറഞ്ഞതുപോലെ ഏറെ സങ്കടകരമായ കാഴ്ചയാണത്.